നമ്മൾ ജനിക്കും മുന്നേ നമ്മുടെ പാപങ്ങളെ ഓർത്ത് കരഞ്ഞ ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ പൊന്നാര നബിതങ്ങൾ മാത്രമായിരിക്കും. ഒരിക്കൽ ആയിഷ ബീവി ഒരു കൊച്ചു കുട്ടിയെ പോലെ അവിടത്തോട് ചോദിക്കുകയാണ്, അള്ളാഹിന്റെ ദൂതരെ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാമോ? നബിതങ്ങൾ കൊടുത്ത മറുപടി 2 കൈകൾ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവെ, ആയിഷയുടെ മുമ്പും പിമ്പുമുള്ള രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണമേ. ആ പ്രാർത്ഥന കേട്ടപ്പോൾ ആയിഷ ബീവിക്ക് സന്തോഷം അടക്കാനായില്ല. അവർ റസൂലിന്റെ മടിയിലേക്ക് തല ചായ്ച്ച് മനസ്സ് തുറന്ന് ചിരിക്കുകയാണ്. അപ്പൊ റസൂൽ ചോദിക്കുന്നുണ്ട്, ആയിഷ, എൻ്റെ പ്രാർത്ഥന നിന്നെ ഇത്രമാത്രം സന്തോഷിപ്പിച്ചോ? ആയിഷ പറഞ്ഞ മറുപടി, അള്ളാഹിന്റെ റസൂലെ, അങ്ങയുടെ പ്രാർത്ഥന എന്നെ സന്തോഷിപ്പിക്കാതിരിക്കുമോ? ഇത് കേട്ടപ്പോൾ നബിതങ്ങൾ കൊടുത്ത മറുപടി നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കുന്നതാണ്. വല്ലാഹിയാണ് സത്യം, എൻ്റെ ഓരോ നിസ്കാരത്തിലും എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ ചോദിക്കുന്ന പ്രാർത്ഥനയാണിത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി കരഞ്ഞ മുത്ത് റസൂൽ, നമ്മുടെ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് നിരന്തരം തേടിയ ഒരു നേതാവ്. ആ സ്നേഹത്തിന് പകരമായി നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? ഒരു 10 സ്വലാത്തെങ്കിലും നമുക്കിന്ന് ചൊല്ലിക്കൂടെ? അത് ഇനി മുതൽ നമുക്ക് പതിവാക്കി ചൊല്ലിയാലോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.